എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. ഹലോ, ഇത് നമ്മളാണ്. ആരെന്നോ? ഏടോ ഈ ജോലി ചെയ്യുന്ന കമ്പനിന്റെ മുതലാളിന്ന്. പിന്നെ ആ ബൈപ്പാസിലെ ഹോർഡിങ് തീരെ ശരിയായില്ല. നമ്മളെ കളറൊന്ന് കുറഞ്ഞ മാതിരി. ഈ ഒരു കാര്യം ചെയ്യും, ആ ഫോട്ടോ ഒന്ന് ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ട് കളറ് കൂട്ടിക്കോ. പിന്നെ നമ്മൾ അതിലിട്ട കൂളിംഗ് ഗ്ലാസ് പഴയ ഫാഷനാണ്, അത് മാറ്റിയിട്ട് ഒരു മഞ്ഞ കൂളിംഗ് ഗ്ലാസ് ആക്കിക്കോ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, എന്നാ ശരി. കഷ്ടം, എന്തൊക്കെ മാതിരി ആൾക്കാരാ നമ്മളെ നാട്ടില്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുല്ല് വരച്ച് തിന്നണത്? വിശന്നിട്ടാ സാറേ, ഒരാഴ്ചയായി പട്ടിണിയാ, കാശൊന്നും ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ. വളരെ നന്ദി സാറേ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്. എല്ലാവരും പട്ടിണിയാ. കുഴപ്പമില്ല, അവരെ കൂടി കൂട്ടി വണ്ടി കേറിക്കോ. ഗഫൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ MD വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക്. വഴിയോരത്ത് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തെ മൊത്തം ഏറ്റെടുത്ത് അഭയം നൽകിയിരിക്കുകയാണ് ശ്രീ ഗഫൂർ. അദ്ദേഹത്തിന് പത്മശ്രീ നൽകണമെന്നാണ് നാട്ടുകാരായ ചിലരുടെ അഭിപ്രായം. ബൈപ്പാസിൽ നിന്നും കോഴിക്കോട് വിഷന് വേണ്ടി ന്യൂസ് കുമാർ. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ആളുകൾ ഇങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. ഞങ്ങളെ പോലത്തെ ആളുകളെ സാറിനെ പോലത്തെ മുതലാളിമാരുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ സാറ് ഞങ്ങളുടെ ദൈവമാണ്. നിങ്ങളിങ്ങനെ വയ്യോര് തുണക്കപ്പുല്ല് നിന്ന് വിശപ്പടുക്കള് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം, എന്റെ വീട്ടിലേക്ക് പോര്. അവിടെ നല്ല പച്ചപ്പുല്ല് 1.5 അടി ഉയരത്തിൽ വളർന്നിട്ടുണ്ട്. നിങ്ങൾ കുടുംബത്തോടെ അതൊന്ന് ക്ലീൻ ആക്കി തന്നാ മതി. Share chat.